ഗൈസ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു എനർജി ഇല്ല കേട്ടോ, നട്ടാറ് വെയിലത്ത് പോയിട്ട് വന്നിരിക്കുകയാണ്. ഷജന്റെ കൂടെ കൊണ്ട് പോയതാണ്, കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി പോയതാണ്. പോയ കാര്യങ്ങളൊന്നും നടന്നില്ല. ഇന്ന് മാത്രമല്ല, അസാര വെയിലും കൊണ്ടു കേട്ടോ. ഒട്ടിപ്പൊളി വെയിലായിരുന്നു. ഇതൊരു സുഖം അറിയാം. നല്ല വെയിൽ, ഇങ്ങനെ കണ്ണിങ്ങനെ മഞ്ഞൾ. ഇപ്പോഴും നിൽക്കുമ്പോൾ എനിക്കിങ്ങനെ തല ചുറ്റിയിട്ട് ഞാൻ വന്നിട്ട് കുറച്ച് നേരം കിടന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ കണ്ണൻകുട്ടിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ വളാഞ്ചേരി ഉണ്ടാവും, അപ്പോൾ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ വിളിച്ചോളൂ, നമുക്ക് ഒരുമിച്ച് ഇങ്ങോട്ട് പോരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ കാര്യമൊക്കെ നടക്കാത്തതുകൊണ്ട് വേഗം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ അവനോട് പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്നു. അവനെ കാത്തു നിന്നിട്ട് കുറേ നേരം നിന്നു. പിന്നെ അവൻ വന്നത് കേട്ടോ. അങ്ങനെ അവനൊരു ലൈമും ഒക്കെ വാങ്ങി കൊടുത്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ച് പോകുന്നു. നമ്മൾ ഏതായാലും പോയതല്ലേ വിചാരിച്ചിട്ടില്ലേ, ഇത് നമ്മുടെ ചീര പറിച്ച് നടാൻ വേണ്ടിയിട്ടേ, ഇങ്ങനത്തെ മാറ്റി നടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു 3-4-5 കവർ മേടിച്ചിട്ടുണ്ടായിരുന്നു. 6 കവറിന് 40 രൂപയോ അങ്ങനെ അതിനെന്തോ ആണ്. അപ്പോൾ അത് വാങ്ങി. പിന്നെ ചിക്കൻ നമ്മൾ മിഞ്ഞാന്ന് വാങ്ങിയതിൻ്റെ ഒരു ഇന്നലെ എടുത്തിട്ടില്ലല്ലോ, അതിലൊരു കുറച്ച് ഇത്രയും ഞാൻ എടുത്ത് വയ്ക്കട്ടെ. എപ്പോൾ ചിക്കൻ വാങ്ങുകയാണെങ്കിലും പിറ്റേ ദിവസത്തേക്ക് ഒരു കറക്കുള്ളത്, അതിൻ്റെ എല്ലും കാര്യങ്ങളൊക്കെ കൂടെ ഇട്ട് ഒരു കറക്കുള്ളത് മാറ്റി വയ്ക്കും. അപ്പാടെ അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങോട്ട് കഴിയില്ലേന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അത് കിഴങ്ങൊക്കെ ഇട്ടിട്ട് ഞാൻ വരുമ്പോൾ കുറച്ച് കിഴങ്ങ് മേടിച്ചു. പിന്നെ ഒരു 10 രൂപയുടെ ചിക്കൻ പൊടി ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അതും വാങ്ങി, കുറച്ച് ചെറിയൊരു പാക്കറ്റ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്കൊരു കുഞ്ഞൊരു തട്ടിക്കൂട്ട് ചിക്കൻ കറി ഉണ്ടാക്കാം. ചോറും വെച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പെട്ടെന്ന് വരും എന്ന് വിചാരിച്ചിട്ട് പോയത്. നമുക്ക് കുക്കറിൽ ചോറിടാം. പിന്നെ ഈ കറിയാവാൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നുമില്ല. കണ്ണൻകുട്ടിക്ക് വെച്ചിക്കണില്ല. അവന് ഞാൻ പപ്സും ലൈമും വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവന് നല്ല ഉറക്കാം. ഞാനൊരു 10 മിനിറ്റ് അവൻ്റെ കൂടെ കിടന്നു വിട്ടാം. പിന്നെ എനിക്ക് തോന്നി, ഇനി കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനും ഉറങ്ങിപ്പോയാലോ, നീട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിശക്കല്ലേ. അപ്പം ഞാൻ വേഗം നീട്ടു. ഇനി നമുക്ക് ഇതൊക്കെ കൂടെ പെട്ടെന്ന് ഉണ്ടാക്കും. ഒരു കറി വയ്ക്കാം, കറിയല്ല ചിക്കനോട് ഒരു കറി വയ്ക്കാം. ആദ്യം ചോറ് നമുക്ക് കുക്കറിലിടാം. അതാവുമ്പോഴേക്കും അരിയലും പെറുക്കലൊക്കെ കഴിയും. സവോള, ഇഞ്ചി, വെളുത്തുള്ളി, കിഴങ്ങൊക്കെ ഉണ്ടാക്കാറുണ്ട്, അതൊക്കെ ഉണ്ടാക്കി വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് ചോറ് കുക്കറിലിടാം. ഇതൊക്കെ ആയി റെഡി ആകുമ്പോഴേക്കും ഒരു നേരമാവും. പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം കേട്ടോ. കുക്കറിലാവുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചോറായി കിട്ടും കേട്ടോ. ഇതിനൊരു നേക്ക് ഉണ്ട് കേട്ടോ, കുക്കറിൽ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട്. പണ്ടൊക്കെ ഞാൻ കുക്കറിൽ ചോറ് വയ്ക്കുമ്പോൾ പായസം ആവാറുണ്ട് ചില സമയങ്ങളിലൊക്കെ. നമുക്കതിൻ്റെ ഒരു ടൈമിങ് അറിയില്ലല്ലോ. അപ്പോൾ പിന്നെ വെച്ചിട്ട് അങ്ങോട്ട് എക്സ്പേർട്ടായി. ജോലിയൊക്കെ ഉള്ള സമയത്ത് കുക്കറിൽ നമുക്കിപ്പോൾ ഒരു 3 ആൾക്ക് ഇപ്പം അധികം ഫുഡൊന്നും വേണ്ടല്ലോ. അപ്പോൾ പിന്നെ അടുപ്പിൽ കത്തിച്ചുണ്ടാക്കണേക്കാട്ടിലും നല്ലത് കുക്കറിൽ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുക. അതുകൊണ്ട് തന്നെ എനിക്ക് റേഷനരി ആണെങ്കിലും നമ്മുടെ കുറുവരി ആണെങ്കിലും എനിക്കിതിനകത്തേക്ക് കറക്റ്റായിട്ട് കണക്കറിയാൻ പറ്റും, വെന്ത് പോവില്ല. നമുക്കിവിടെ എല്ലാവർക്കും റേഷനരിയാണ് കേട്ടോ പറ്റുള്ളൂ, കുറുവരി ഒന്നും പറ്റില്ല. അതുപോലെ മട്ടരിയും പറ്റില്ല കേട്ടോ. റേഷനരി ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ, റേഷനരി ചോറും ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കല്യാണങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സദ്യ ഉണ്ണാൻ വേണ്ടിയിട്ട് വലിയ പാടായി കുറുവരി ആണെങ്കിൽ. പൂജട്ടിക്കാണ് കേട്ടോ പ്രത്യേകിച്ചും. ഞങ്ങളൊക്കെ പിന്നെ വല്ലപ്പോഴൊക്കെ ആണെങ്കിൽ അങ്ങനെ അങ്ങോട്ട് കഴിച്ചിട്ട് പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ റേഷനരി ആണ് കഴിയുന്നതിൻ്റെ മുന്നേ നമുക്ക് അടുത്ത ഒരു മാസം നമുക്ക് അടിപൊളിയായിട്ട് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് പറ്റും. ലാസ്റ്റ് ആകുമ്പോഴേക്കും അടുത്തത് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് സമയമാവുമല്ലോ. അങ്ങനെ അങ്ങോട്ട് എത്തിപ്പോവാണ് കേട്ടോ ചെയ്യുക. പുറത്തുനിന്ന് അരി വാങ്ങേണ്ട ആവശ്യം വരാറില്ല. ഈ റേഷനരി വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പൊക്കോളും. അപ്പോൾ നമ്മളൊരു 2 ഗ്ലാസ് അരി ഇട്ടിട്ട് ഇതിനകത്തേക്ക് വെക്കുക. ആ ഒരു കുക്കറിൻ്റെ ഒരു 3/4 ഭാഗത്തോളം വെള്ളം വെച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ഒരു വിസിൽ കഴിഞ്ഞിട്ട് കറക്റ്റ് 7 മിനിറ്റിന് അലാറം വെച്ചിട്ട് തുറന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് വേവാവും കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വേവിൻ്റെ ഭാഗം എന്ന് പറയണത്. അപ്പോൾ നമ്മൾ കുക്കറിൽ ചോറൊക്കെ വെച്ചിട്ട് ഇനി ചിക്കൻ കറിക്കുള്ള ഇഞ്ചി, വെളുത്തുള്ളി, സോള, ചെറുള്ളി, പിന്നെ കിഴങ്ങ്, ഇതൊക്കെ കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ചീര നടാനുള്ള കവർ ഞാൻ അവിടെ ഫ്രിഡ്ജിൻ്റെ മേലെ കൊണ്ടുവച്ചു. നമുക്കത് നടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തന്നെ. അപ്പോൾ ഞാൻ അതിലേക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ ഇരുന്നിട്ട് അങ്ങനെ സമാധാനത്തിൽ ഉണ്ടാക്കാൻ വിചാരിച്ചു. ആ ഒരു വിസിൽ വരുന്ന വരെ നമുക്ക് സമയമുണ്ടല്ലോ. അപ്പോഴേക്കും ഒരു 2 കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. നമുക്കിവിടെ ചിക്കൻ്റെ കഷ്ണത്തെക്കാട്ടിലും ഇഷ്ടം ചിക്കൻ കറിയിലത്തെ കിഴങ്ങാണ് കേട്ടോ. പൂജട്ടിക്ക് എനിക്കും കണ്ണൻകുട്ടിക്കും നല്ല ഇഷ്ടമാണ്. നമുക്കതിൽ ചിക്കൻ്റെ പീസ് വേണമെന്നില്ല, ഈ കിഴങ്ങ് കൂട്ടിയിട്ട് ആ ചാറും കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ വലിയ 2 എടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ പൂജട്ടിക്ക് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഫേസ് പാക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞേതാ. അപ്പോൾ അതവിടെ അങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് 2 ഉരുളക്കിഴങ്ങും ഒരു സവാള ഉണ്ട് വലുത്, അതിൻ്റെ ഫുൾ എടുക്കണ്ട, കുറച്ച് ഒരു പകുതി എടുത്താൽ മതി. എന്താ വെച്ചാൽ അതിന് മാത്രമുള്ള ചിക്കനല്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ ഇരുന്ന് സമാധാനമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ. നല്ല വെയിലായിരുന്നു കേട്ടോ പുറത്ത്. നമ്മൾ പോയിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഇങ്ങോട്ട് വാടി തളർന്നിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഭയങ്കര തലവേദന എടുക്കും, അതുപോലെ തന്നെ ഭയങ്കര ക്ഷീണമായിരിക്കും കേട്ടോ. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ എനിക്ക് പുറത്ത് ഇറങ്ങി വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ തലവേദനയ്ക്ക് ഭയങ്കര സഹിക്കാൻ വയ്യാത്ത തലവേദനയാവും കേട്ടോ. ഒരു അറുതി ഉണ്ടാവില്ല.
അന്നത്തെ ദിവസമേ പോയി പോകും. പിന്നെ തലയൊക്കെ ഒന്ന് നനച്ചൊന്ന് കുളിച്ചൊന്ന് ഉറങ്ങി നീക്കണം, അതുവരെ വലിയ പാടാണ്. പിന്നെ വന്നു കഴിഞ്ഞ് ആ നട്ടുച്ചയ്ക്ക് തല നനച്ച് കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാടല്ലേ എന്ന് വിചാരിച്ചിട്ട് രാവിലെ കുളി കഴിഞ്ഞ് പോയതാ. പക്ഷേ നമ്മൾ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ നമ്മൾ കുളിച്ചിട്ടില്ലേ നമ്മളൊന്ന് ആലോചിക്കും. അങ്ങനെ നമ്മൾ വിയർത്തൊലിച്ച് വെയിലും കൊണ്ട് ആകെ ഊപ്പാടിളകും. ഞാൻ പിന്നെ എത്ര വെയിലാണെങ്കിലും ഇല്ലെങ്കിലും കുട കയ്യിൽ പിടിക്കും കേട്ടോ. പൂജിട്ടി അങ്ങനെയല്ല, അവൾക്ക് കുട ചൂടാൻ വേണ്ടിയിട്ടും മടിയാണ്, കുട എടുക്കാൻ വേണ്ടിയിട്ടും മടിയാണ്. ഞാൻ എന്തായാലും കുടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളാഞ്ചേരി സ്റ്റാൻഡിൽ കൂടെ കുട നിർത്തി പോകുമ്പോൾ കണ്ണൻകുട്ടിനോട് പറയാം, സ്റ്റാൻഡൊന്നും നിർത്തണ്ട, പുറത്തിറങ്ങിയിട്ട് നിർത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പിന്നാലെ നടക്കായിരുന്നു. കുടയിലൊന്നും നിന്നിട്ടില്ല കേട്ടോ, മടിയായിട്ട്. ഞാൻ ഇവരുടെ രണ്ടാളും വാക്കും വക വയ്ക്കില്ല, എനിക്ക് വെയിൽ കൊള്ളാൻ വേണ്ടി പാടാം. അതുകൊണ്ട് ഞാൻ എപ്പോഴും കുട കയ്യിൽ പിടിക്കും കേട്ടോ. നാണക്കേടൊന്നും എന്താ ഇത്ര നാണക്കേട് വെയിലത്ത് കുട നിർത്താമെന്നാണ് ഞാൻ ചിന്തിക്കുക. ഇവർ രണ്ടാളും ആ പൊട്ടാപ്പോയി വെയിൽ കൊണ്ട് നടക്കും. അങ്ങനെയാണ് വീട്ടിലേക്ക് വന്നത്. അങ്ങനെ കുട ഉണ്ടായിട്ട് തന്നെ നമ്മൾ വെയിലത്ത് നടന്നിട്ട് തന്നെ വലിയ തലവേദന. അപ്പോൾ പിന്നെ വെയിലും കൂടെ കൊണ്ടുപോകത്തെ കാര്യം പറയാനുണ്ടോ. ഇതാ നമ്മുടെ ഉരുളക്കിഴങ്ങും സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞ് വെച്ചു. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. ഇന്നിപ്പോൾ വഴറ്റൊന്നല്ല, സിമ്പിളായിട്ട് എല്ലാം കൂടെ ഇട്ടിട്ട് ഒരു കറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഇതടി പിടിച്ചിട്ട് കറി വെക്കണതിന് ടേസ്റ്റ് കൂടുതലാവും. എല്ലാ അലഭാരങ്ങളോടും കൂടി വെക്കണതിന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചില സമയങ്ങളിലുണ്ടാവും. അപ്പോൾ ഇത് കുറച്ചേ ഉള്ളൂ, കുറച്ചുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടുന്നതാണല്ലോ പറയാം. അപ്പോൾ അതുപോലെ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോറായി കേട്ടോ. ഒരു 7 മിനിറ്റിൻ്റെ അലാറം അടിക്കുമ്പോൾ ഇതങ്ങോട്ട് തുറന്നിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇതാ ഇങ്ങനെ ഊറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറ് റെഡി. 2 കൊട്ടക്കൈയിൽ, ഇതിന് 2 കൊട്ടക്കൈയിലാട്ടോ. അത് ഞങ്ങൾക്ക് 2 നേരത്തിലുണ്ടാവും. രാത്രിക്ക് കുറച്ച് കുറഞ്ഞാലും ഞാൻ രാത്രി കഴിക്കില്ല, അതുകൊണ്ട് എന്തായാലും ഉണ്ടാവും. ഇല്ലെങ്കിൽ നമുക്ക് ബ്രെഡും കാര്യങ്ങളും ഉണ്ട് ഉണ്ടാക്കാനല്ല നമുക്ക് ചിക്കൻ കറി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ചോറൊക്കെ ഊറ്റിയിട്ട് ഇനി ആ ഒരു കുക്കറിൽ തന്നെ നമുക്ക് കറി അങ്ങോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതങ്ങോട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ. വേറെ കുക്കറില്ല, നമുക്ക് ഒരൊറ്റ കുക്കറേ ഉള്ളൂ. പിന്നെയുള്ള കുക്കർ വലുതാണ്, നമ്മുടെ കച്ചവടത്തിനൊക്കെ ഉള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ കുക്കറാട്ടോ. അതിനകത്തേക്ക് ഇത് ഇടാൻ വേണ്ടിയിട്ടുള്ളതൊന്നുമില്ല, അതാ 10 കിലോൻ്റെയും 15 കിലോൻ്റെ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഇതാ ഇതിനകത്തേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തു. പിന്നെ കിഴങ്ങും ഉള്ളിയും തക്കാളിയും പച്ചമുളകും വേപ്പിലയും എല്ലാം കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. വേപ്പില ഒരു തണ്ട് ഇപ്പം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. ഇനി അതിനകത്തേക്ക് പൊടിവർഗ്ഗങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത്. പൊടിയിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പകുതി ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വഴറ്റേണ്ട ഒരു പാടുമില്ല. ഇത് ഇങ്ങനെ വഴറ്റാണ്ടി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും, ഇതെല്ലാവർക്കും അറിയാം. എന്നാലും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, മല്ലിപ്പൊടി, മുളക് പൊടി ഇതൊക്കെ നമ്മുടെ പാകത്തിനുണ്ടാവും. ഗ്രേവിക്ക് അനുസരിച്ച് കൂടിപ്പോണ്ട് എന്താ വെച്ചാൽ അതിനനുസരിച്ചുള്ള ചിക്കൻ ഇല്ല. അപ്പോൾ ചിക്കൻ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക. നമുക്കിവിടെ കുറവേ ഉള്ളതുകൊണ്ട് കുറച്ച് അതിന് മാത്രമുള്ളത് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കുറച്ച് ചിക്കൻ പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം കൈ വെച്ച് നല്ലോണം ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട്, ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ, ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങോട്ട് അടച്ച് വെച്ച് ഒരു 2 വിസിൽ 2 3 വിസിൽ അടിക്കുമ്പോഴേക്കും അത് അങ്ങോട്ട് സെറ്റ് ചെയ്തോളൂ കേട്ടോ, സെറ്റ് ആയിക്കോളും. അപ്പോൾ അത് അങ്ങോട്ട് ആവാൻ നിൽക്കണ നേരം കൊണ്ട് നമുക്ക് കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അത് അങ്ങോട്ട് കൈയോടെ മോറി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ കിടക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ന് എന്ത് കാര്യവും നമ്മൾ നേരം വൈകി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ കൂടെ ഒരു ഇരട്ടിപ്പണിയായിരിക്കും അന്നത്തെ ദിവസം. അങ്ങനത്തെ ഒരു ദിവസമാണ് കേട്ടോ. ഒന്ന് രാവിലെ ചായ കുടിച്ചിട്ട് ഇതാ പെട്ടെന്ന് പോയി വരാമെന്ന് വിചാരിച്ച കാര്യമായിരുന്നേ, അത് മണിക്കൂർ നീണ്ടു, നട്ടുച്ചയായിട്ടാണ്. എന്തായാലും ദിടി പിടിച്ചിട്ട് അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വേഗം കഴിയും. പക്ഷേ നമ്മൾ ഈ പുറത്ത് പോയി വന്ന് അലച്ചിലും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു മന്ദഗതി ഉണ്ടാവില്ല, ഒരു വയ്യായിക, ഒരു ക്ഷീണമൊക്കെ. അങ്ങനെ ആകുമ്പോൾ തോന്നും വീട്ടിൽ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും തോന്നും കേട്ടോ. ചില സന്ദർഭങ്ങളിൽ നമുക്ക് തോന്നും ആരും വേണ്ട, നമ്മൾ തന്നെ നല്ലത്. എന്താ വെച്ചാൽ ഇപ്പോൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒരാളുടെ കണ്ണും പണ്ട് പറയുമല്ലോ, അവരുടെ കണ്ണും മോറും കാണണ്ടാന്ന്, ആ ഒരു മുഷ്ടിൽ കാണണ്ടാന്ന്, അതുപോലെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ആയി, വിസിലായി. ഒരു 3 വിസിലൊക്കെ ആയപ്പോൾ ഞാൻ എന്താക്കി വെച്ചാൽ ചട്ടി വെച്ചിട്ട് നമുക്കൊരു 3-4 പപ്പടം കൂടെ ഉണ്ട് കാച്ചി വയ്ക്കാം. 3-4 ഒന്നും അല്ല കേട്ടോ, ഒരു 8-10 ഒക്കെ കാച്ചി വയ്ക്കുക. 3 വെച്ചിട്ട് ആ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ പപ്പടം എടുക്കുക. അപ്പോൾ ഒരു പപ്പടപ്രാന്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണൻകുട്ടിക്കായിരുന്നു ആദ്യം പപ്പടം ആവശ്യം. ഞങ്ങളൊരു 1-2 കഴിച്ചിരുന്നുള്ളൂ. ഇപ്പോൾ ഞാനും പൂച്ചിട്ടും 3 വെച്ചിട്ടൊക്കെ കേട്ടോ അപ്പോൾ കഴിക്കാം. അപ്പോൾ അത് പപ്പടമൊക്കെ കാച്ചിയിട്ട് നമുക്ക് ആ എണ്ണയിൽ തന്നെ കറി ഇങ്ങോട്ട് വറുത്തിടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ചെറുള്ളി, ഞാൻ ഒരു പിടിയോളം ചെറുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുമുണ്ട്. പപ്പടം കാച്ചി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിലുണ്ടായില്ലോ. ഈ സമയം കൊണ്ട് കണ്ണൻകുട്ടി ഉറങ്ങി നീറ്റുട്ടാ. അപ്പോൾ നീറ്റൊക്കെ വന്നിട്ട് ആൾ ഐസ്ക്രീം ഉണ്ടായിരുന്നു, അപ്പോൾ അത് കഴിച്ചു. അങ്ങനെ എന്നോട് കാര്യമൊക്കെ പറഞ്ഞ് അടുക്കളയിൽ ഇരിക്കുന്നുണ്ട്. പപ്പടം കാച്ചുണ്ട് കേട്ടോ, വെയ്ക്കുമെങ്കിൽ മോളൂന് വെയ്ക്കുമെങ്കിൽ പപ്പടം കാച്ചുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്താ പപ്പടം കാച്ചാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിട്ട് പപ്പടം കാച്ചു വരണം അവന് കഴിക്കാൻ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, ചൂടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ബാക്കിൽ നിൽക്കുന്നുണ്ട്, ഷർട്ട് ഇട്ടിട്ടില്ല, അതാണ് ക്യാമറയുടെ മുമ്പിൽ വരാത്ത കേട്ടോ. പിന്നെ ഉറക്കപ്പിച്ചും കൂടെ ഉണ്ട് ആൾക്ക് വെയിൽ കൊണ്ടിട്ടേ. ഇതാ നമ്മൾ അതിനകത്തേക്ക് പിന്നെ ആ എണ്ണയിൽ ചെറുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് നല്ലോണം മൂപ്പിച്ച് ബ്രൗൺ കളർ ആകുമ്പോൾ കറി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. തിളച്ച് വരുമ്പോൾ ഒരു പിടിയോളം മല്ലിച്ചപ്പും കൂടെ
ഇട്ട് കൊടുക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. പെട്ടെന്നൊക്കെ പിള്ളേർക്ക് സൈത ഉണ്ടാക്കാം. ആ ഒരു മല്ലിപ്പൊടി മുളക് പൊടിയുടെയും മല്ലിപ്പൊടി കൂടാണ്ടിരുന്നാൽ മതി, ബാക്കി സീനൊന്നുമില്ല. പിന്നെ കുറച്ചധികം കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് തിള വന്നിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു. ഇതാ നമുക്ക് ഉച്ചയ്ക്കത്തെ ഫുഡായേ. ചിക്കൻ കറിയും പപ്പടും ചൂടുള്ള ചോറും. കണ്ണൻകുട്ടിക്കാണ് കേട്ടോ ചോറ് എടുക്കണത്. എനിക്ക് വിശക്കണില്ല, വെള്ളം കുടിച്ചിട്ട് വെയിലും കൊണ്ടിട്ട് വിശപ്പൊക്കെ അങ്ങനെ പോയിരിക്കുക. അപ്പോൾ അവൻ അങ്ങോട്ട് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. വിശക്കുണ്ട്, നല്ലോണം വിശക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നോട് കിടന്നോ, നമുക്ക് രണ്ടാൾക്കും കൂടെ ഉറങ്ങാൻ കിടന്നോളൂ മോള്, നമുക്കൊരു 3:30 എണീറ്റിട്ട് ഫുഡ് ഉണ്ടാക്കിയാൽ മതി, എനിക്ക് വിശക്കണമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് കിടന്ന ആളാട്ടോ. എനിക്ക് കുറച്ച് നേരമൊക്കെ കിടന്നപ്പോഴേക്ക് എനിക്ക് തോന്നി ഇനി ഉറങ്ങി നീറ്റ് വിശന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പം നീറ്റിട്ട് ഉണ്ടാക്കിയത് നന്നായി. എൻ്റെ ബാക്കിൽ നിന്നിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ കിടന്നുറങ്ങിയിരുന്നെങ്കിലെന്ന് ചോദിച്ചപ്പോൾ ചിരിക്കുക. അപ്പോൾ ഉറങ്ങിയില്ലായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല അമ്മ വേഗം നീറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ അവന് ചോറ് വാരി കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല രസമുണ്ട്. ആ കിഴങ്ങ് നല്ല അടിപൊളി കിഴങ്ങായിരുന്നു കേട്ടോ. ഒരു ചില ഉരുളക്കിഴങ്ങിന് പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ, അതുപോലത്തെ ഒരു ഉരുളക്കിഴങ്ങായിരുന്നു കേട്ടോ. നല്ല വെന്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ചിക്കനൊന്നും വേണ്ട, നമുക്ക് ആ കിഴങ്ങ് മാത്രം മതി കഴിക്കാൻ വേണ്ടിയിട്ട്. അവന് ചോറൊക്കെ വാരി കൊടുത്ത് ഞാൻ കുറേ കഴിഞ്ഞിട്ട് ഞാനും കഴിച്ചു. അത് കഴിഞ്ഞ് പൂജട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂജട്ടിയും ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് മണ്ണെടുത്തിട്ട് നമുക്ക് ആ ചീര അങ്ങോട്ട് നടാം. ഇനിയിപ്പോൾ അത് നാളത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നാളെ ഇനി എന്താ കോട്ടപ്പാച്ചിലുണ്ടെന്ന് ദൈവം തമ്പുരാനറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കവറിൽ മണ്ണ് നിറയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ ഇരുന്നിട്ട് എനിക്കിങ്ങനെ ഇരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ, വെയിറ്റ് ഉള്ളതുകൊണ്ട്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ തടിയില്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം. ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റുള്ളൂ. അങ്ങനെ ഇതിങ്ങനെ കോരി കോരി നിറയ്ക്കുമ്പോൾ ഇതിനകത്ത് ഒരുപാട് മണ്ണ് കൊള്ളുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് കുറച്ച് ചെറിയൊരു കവറാണ് അങ്ങനെ കണ്ടപ്പോൾ, പക്ഷേ അതിനകത്ത് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ നിറച്ച് ഞാൻ ഓരോന്നിങ്ങനെ മാറ്റി വെക്കുകയാണേ. ഇവിടുത്തെ മണ്ണ് നല്ല മണ്ണ്, അങ്ങനെ മാന്തിയ കാരണേ അവിടെ ഇപ്പോൾ JCB വെച്ചിട്ടൊക്കെ ഇങ്ങനെ ഉഴുത് മറിച്ച മണ്ണായതുകൊണ്ട് താഴത്തുനിന്ന് വരുന്ന മണ്ണായതുകൊണ്ട് തന്നെ നല്ല മണ്ണാണ്, കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. പിന്നെ ഞാൻ അങ്ങനെ ഇരുന്ന് ബുദ്ധിമുട്ടിപ്പോൾ അവിടെ ഇരുന്നു. ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങോട്ട് നിറയ്ക്കാൻ വേണ്ടി തുടങ്ങി. പൂജട്ടീനെ കളിയാക്കുന്നുണ്ട് കേട്ടോ. ചെറിയ കുട്ടികൾ മണ്ണ് കളിക്കുന്ന പോലെ മാന്തിയിട്ട് ഞാനിങ്ങനെ കൈകൊണ്ടും മാന്തിയിടുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാട്ടോ അങ്ങനെ മണ്ണിൽ ഈ പണ്ടൊക്കെ ചാണകം മെഴുകാൻ വേണ്ടിയിട്ടൊക്കെ ചെറുതിലൊക്കെ വലിയ അറപ്പായിരുന്നു. ഇപ്പോൾ വലുതായപ്പോൾ അങ്ങനെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ നിറച്ചിടുന്നുണ്ട്. അവളിങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ പുതിയ ടോപ്പാണേ. ഞാനതിങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ മണ്ണിലേക്ക് ആക്കാണ്ട് ഇരിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടാമത്തെ പ്രാവശ്യം ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നങ്ങോട്ട് അലക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പരിപാടിക്കൊക്കെ അത് ഇട്ടത്. ഇല്ലെങ്കിൽ ഞാൻ വന്നിട്ട് മാറ്റിയിട്ടാണ് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ നിൽക്കുള്ളൂ. എനിക്കിന്ന് അതിനൊന്നും ഒരു മൂടുണ്ടായില്ല. ഞാൻ നേരെ കിച്ചണിൽ കയറി. പിന്നെ ഏതായാലും വേർത്തില്ലേ, ഇനി അത് അലക്കിയിടാൻ വേണ്ടിയിട്ടല്ല. അപ്പം ഇതും കൂടെ അങ്ങോട്ട് കഴിയട്ടെ വിചാരിച്ചു. ഇതാ ഇങ്ങനെ മണ്ണൊക്കെ നിറച്ചിട്ട് ഇനി ഇത് അവിടേക്ക് നമ്മുടെ ബാക്ക് വശത്തേക്ക് അങ്ങോട്ട് എത്തിക്കണം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഓരോന്ന് കൊണ്ടുവന്ന് വയ്ക്കുക. കൂട്ടത്തിൽ പൂജിട്ട് ഇന്നെ കൊണ്ടുതരാനായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതിനകത്തേക്ക് മുളകിൻ്റെ ഒക്കെ ഒരു കവറിൽ ഒരെണ്ണാട്ടം നടണുള്ളൂ. അപ്പോൾ അവിടെ ഒരു താത്ത ഉണ്ടായിരുന്നു, നമ്മൾ കടയിൽ ഇത് വാങ്ങാൻ കയറിയപ്പോൾ താത്തനോട് പറഞ്ഞു മുളകാണെങ്കിൽ മോളെ ഒരെണ്ണം ഒരു കവറിൽ വെച്ചാൽ മതി, അങ്ങനെ ചീരയാണെങ്കിൽ 2 3 ഒക്കെ വെച്ചാലൊന്നും കുഴപ്പമില്ല, മുളകിന് ഇങ്ങനെ വളർന്ന് വന്ന് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് വേണമല്ലോ, അതുകൊണ്ട് ഒരെണ്ണം വെച്ചാൽ മതി പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്നലെ മിഞ്ഞാന്ന് ഈ ബക്കറ്റിൽ നട്ടതും കൂടെ പറിച്ചിട്ട് ഞാൻ അപ്പുറത്തേക്ക് വെച്ചു വിട്ടു. അതിന് വളരാൻ വേണ്ടിയിട്ട് ഞാൻ സമയം കൊടുക്കണില്ല. അപ്പോൾ അതൊക്കെ കവറിൽ ഓരോന്ന് വെച്ചിട്ട് ബാക്കി ഞാൻ ചീര ഓരോന്നിൽ 3 വെച്ചിട്ട് വെച്ചു കേട്ടോ. 2 3 ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇനിയും കവറ് വേണം. ഇതിലുള്ളതിൽ വെച്ചിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇങ്ങനെ മുളച്ചിങ്ങനെ വരുന്നുണ്ട്. ഇനി വേറെ എന്തെങ്കിലും കവറോ സാധാ കവറോ പൊട്ടിയ ബക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. പക്ഷേ നമുക്ക് ആ ഒരു പാത്രം ഇല്ലാത്തതുകൊണ്ട് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഒരു നേരത്തെ കറിക്ക് കിട്ടല്ലേ. എനിക്കിഷ്ടമാട്ടോ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷെ അതിങ്ങനെ നമുക്ക് കിട്ടണമെന്ന് എന്തെങ്കിലും ഇല്ലെങ്കിൽ ദേഷ്യം വരും. അപ്പോൾ ഞാൻ അവിടെ ഇടും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. മുളക് കിട്ടുമോ ചീര ഉണ്ടാവുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഒക്കെ ഞാൻ പറിച്ച് നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി 2 നേരം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു നേരെങ്കിലും കഴിക്കാൻ വേണ്ടി കിട്ടിയാൽ മതിയായിരുന്നു ഈ പെടാപ്പാടനെന്ന് വിചാരിക്കുകയാണേ. പച്ചയുണ്ട് ചുമപ്പുണ്ട് ചീര. അപ്പോൾ ഞാനത് രണ്ടും കൂടെ ഒരു പക്ഷാഭേദമില്ലാതെ, അവർക്കൊരു വിഷമം ഉണ്ടാ പച്ചേനെ കാണുമ്പോൾ ചുമപ്പിനും കാണുമ്പോൾ പച്ചയ്ക്കും ഒരു ഈഗോ അടിക്കേണ്ട വിചാരിച്ചിട്ട് 2നെയും കൂടെയാണ് കേട്ടോ 2 കവറിൽ അങ്ങനെ നട്ടിട്ടുണ്ട്. എന്താ പച്ചയുണ്ട് ചുമപ്പുണ്ട്. അതും പിന്നെ നമ്മുടെ മുളകിൻ്റെയാണ് കേട്ടോ. ഇതൊക്കെ ഓരോന്നിരിക്കണം മുളകിൻ്റെ. അതൊക്കെ നട്ട് കഴിഞ്ഞ് ഇനി നടാൻ വേണ്ടിയിട്ട് ഇരിക്കാം കേട്ടോ. അതിന് നമുക്ക് പിന്നെ നടാം. പിന്നെ അതിനൊക്കെ കുറേശ്ശേയും കൂടെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തേ. ഇതിനകത്ത് കാര്യമായിട്ട് ഇതിനകത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ഇങ്ങനെയാണോ എന്നറിയില്ല. ഇങ്ങനെ തന്നെയാണ് നമ്മളിവിടെ ഇപ്പുറത്ത് കാണുന്ന ഇങ്ങനെ പറമ്പിലാണ് നട്ടോർന്നത് കേട്ടോ. ഷാജേട്ടനൊക്കെ കുമ്പളങ്ങി മത്തനും കാര്യങ്ങളൊക്കെ. അല്ലാണ്ട് ഇങ്ങനെ കവറിലൊന്നും നട്ടിട്ടില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതാ ഉമ്മറഭാഗം ഇങ്ങോട്ട് അടിച്ചു വാരി തുടച്ചിട്ട് കഴിഞ്ഞാൽ വിളക്ക് വെക്കുന്നതിൻ്റെ മുന്നേ ആ കാര്യങ്ങൾ കഴിഞ്ഞല്ലോ വിചാരിച്ചു. എന്നും ചെയ്യുന്നതിനെക്കാട്ടിലും ഇത്തിരി നേരം വേഗം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു മൂടലുണ്ട് കേട്ടോ. അന്നൊരു മങ്ങിയൊരു മഴ പെയ്യോ പെയ്യില്ല എന്ന് വെച്ചിട്ടാ. പക്ഷെ പെയ്തൊന്നുമില്ല. പക്ഷെ ഒരു മൂടിപ്പിടുത്തം ഇങ്ങനെ നിൽക്കുന്നുണ്ട്.
എന്തായാലും അടിച്ചു വാരി തുടച്ചങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കഴിഞ്ഞല്ലോ, ഇനി നാളേക്കെന്ന് വെച്ചിട്ട് നിൽക്കണ്ടെന്ന് വിചാരിച്ചേ. പൂജിട്ട് പറഞ്ഞു ഇനിയിപ്പോൾ നാളെ ചെയ്താൽ പോരേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും ആയി, നനഞ്ഞ് പണ്ടൊരാൾ പറഞ്ഞ പോലെ ഏതായാലും നനഞ്ഞു ഇനി കുളിച്ച് കയറാമെന്ന് പറഞ്ഞ പോലെ അതങ്ങോട്ട് ചെയ്തിട്ട് ഇനി ഇരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഉമ്മർത്തിരിക്കുന്ന ചെടികൾക്കും കൂടെ ഒരു ലേശം വെള്ളം കൊടുക്കാൻ വിചാരിച്ചു. അപ്പുറത്തിരിക്കുന്ന തുളസി കരിഞ്ഞു കേട്ടോ. അതിങ്ങനെ ഒന്നും ഇങ്ങോട്ട് പച്ച പിടിച്ച് വരുമായിരുന്നു, അപ്പോഴേക്കും അത് ഉണങ്ങി. ഇപ്പുറത്ത് നിൽക്കുന്ന തുളസിയൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. മറ്റേത് പോയി തോന്നണു, ഇനി വേറെ അപ്പുറത്ത് ബാക്കിൽ തൈ നിൽക്കുന്നുണ്ട്. ഇനി ഇത് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇത് മാറ്റിയിട്ട് വേറെ കൊണ്ടുവന്ന് നടണം. അതുപോലെ ഈ ചെടിച്ചട്ടിത്തൊക്കെ ഇനി പിഴുതിട്ട് പുതിയ മണ്ണാക്കിയിട്ട് കന്നിക്കൂർക്കല മാത്രം ഒന്നിലേക്കും ബാക്കിയുള്ളതൊക്കെ ഒന്നിലേക്കും അങ്ങനെ ആക്കിയിട്ട് വെക്കണം. ഇത് വെറുതെ എല്ലാത്തിലും ഓരോന്ന് മണി പ്ലാന്റിലും കന്നിക്കൂർക്കല എല്ലാം കൂടെ ഒരുമിച്ച് ചക്ക അവിയൽ വെച്ച പോലെ ആയിട്ട് കിടക്കുകയാണ് കേട്ടോ. എന്തായാലും അതിനി നാളെ മറ്റന്നാൾ അതും കൂടെ അങ്ങോട്ട് മാറ്റിയിട്ട് ഈ 10 മണിയൊക്കെ കിട്ടുകയാണെങ്കിൽ കൊണ്ടുവന്ന് വെക്കാമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മുറ്റടിച്ചു വരാൻ വേണ്ടിയിട്ടും കൂടെ ഉണ്ട്. അതും കൂടെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തുടച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു ഏകദേശമൊക്കെ. രാത്രിയിൽ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണ്ട, ഉച്ചയ്ക്ക് ആയതുകൊണ്ട് അത് ഇരിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉച്ച സമയത്തേക്ക് ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. അതുകൊണ്ട് രാത്രി ആകുമ്പോഴേക്കും വല്ലാണ്ട് ചോറ് ലാസ്റ്റിക്ക് ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കും വൈകുകയാണെങ്കിൽ. ഇല്ലെങ്കിൽ പിന്നെ വൈകിട്ടേക്ക് ദോശമാവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് ഉണ്ടാക്കുകയും ചെയ്യും കേട്ടോ. ചോറ് രാത്രിയിൽ ഇവിടെ പിന്നെ കാര്യമായിട്ട് ആർക്കും വേണ്ടാത്തതുകൊണ്ട് തന്നെ എന്തെങ്കിലും പലഹാരമാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചോറ് അല്ലാത്തതാണ് പൂജിറ്റിക്കൊക്കെ വലിയ ഇഷ്ടം. അതുകൊണ്ട് തന്നെ മാവ് പിന്നെ എപ്പോഴും നമ്മുടെ ഫ്രിഡ്ജിൽ സ്റ്റോക്കായിട്ട് ഇടയ്ക്ക് ഉണ്ടാവാറുള്ളതുകൊണ്ട്, ഇടയ്ക്കല്ല മിക്കതും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും വലിയ പാടില്ല. അങ്ങനെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇനി നമുക്ക് തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പൂജിട്ട് ഇന്നും ചോദിച്ചു മോപ്പ് വാങ്ങിയില്ലേ എന്നുള്ളത്. ഞാൻ മറന്നു, ആ ഒരു വെപ്രാളത്തിൽ പോയ കാര്യം നടന്നില്ല. ആ ഓരോക്കെ ടെൻഷനില്ല, അത് അങ്ങോട്ട് മറന്നു പോകുന്നു. അപ്പോൾ ഞാൻ പൂജിട്ടിയോട് പറഞ്ഞു മറന്നടാ, ഞാൻ കടയിൽ കയറി റേറ്റൊക്കെ ചോദിച്ചു, പിന്നെ ഞാൻ വരുമ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചു. ഇതിങ്ങനെ കയ്യിൽ പിടിച്ച് നടക്കണ്ടേന്ന് വിചാരിച്ചിട്ട് പിന്നെ കണ്ണനൊക്കെ കണ്ടിട്ട് കണ്ണക്കുട്ടിയെ കണ്ടിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നപ്പോൾ ഞാനത് മറക്കുകയും ചെയ്തു. ഇനി പിന്നെ ഒരു ദിവസം വാങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ അതാ ഉമ്മറൊക്കെ തുടച്ചിട്ട് ഇനി താഴെയും കൂടെ ഇവിടെ ഞാൻ എപ്പോഴും ഇന്നും സിമെൻറ്റ് വാങ്ങാൻ വേണ്ടി പോയാളാണ്. ഞാനൊരു ഇപ്പോൾ കുറച്ച് വാങ്ങിയാൽ മതി ആ പൊളിഞ്ഞ സ്ഥലത്തൊക്കെ. ഈ തുടയ്ക്കുമ്പോൾ വലിയ പാടാണ്, അവിടെ നിന്ന് ഇങ്ങനെ മണ്ണ് വരും, മണൽ. അതുകൊണ്ട് തന്നെ അപ്പോൾ അതും മറന്നു. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു ബക്കറ്റ് അലക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇനി ഇത് നാളേക്ക് ഇട്ടാൽ ഇനിയും കൂടും. നാളെ പൂജിട്ടിക്ക് എക്സാം ഇല്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചു അതെടുത്തിട്ട് അങ്ങോട്ട് കഴിഞ്ഞാൽ നാളെ ഇനിയിപ്പോൾ നമ്മുടെ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് നേരത്തെ കാലത്ത് അവൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതും കൂടെ അങ്ങോട്ട് അലക്കാൻ വേണ്ടി നിൽക്കുക. ഇത് പൂജിട്ട് പറഞ്ഞൊന്നും ചെയ്യേണ്ട, നാളെ ചെയ്താൽ മതി എന്നൊക്കെ. പിന്നെ ആ സമയമായപ്പോൾ എനിക്ക് തോന്നി വേണ്ട, ഇതും കൂടെ അങ്ങോട്ട് ചെയ്താൽ കഴിഞ്ഞില്ല, ഇനി പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ, കുളി കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കാമല്ലോ എന്ന്. ഇപ്പോഴേക്കും എനിക്ക് വയ്യാണ്ടായിട്ടുണ്ട് കേട്ടോ. പൂജിറ്റിനോട് ചോദിക്കുന്നുണ്ട് എന്താ അങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ തുറക്കാൻ പറ്റാത്ത പോലെ എന്നൊക്കെ. അപ്പോൾ എനിക്ക് ഒന്നാമത് ഒരുപാട് നല്ല ക്ഷീണമുണ്ട്. പിന്നെ ഇപ്പോൾ ഈ വെയിലത്ത് പോയി തലവേദനയൊക്കെ ആയിട്ട് എനിക്ക് ഒട്ടും വയ്യ. ഈ ഒരു പനിക്കണ പോലെയൊക്കെ ഉള്ളിലേക്ക് തോന്നും. പക്ഷെ എനിക്ക് പുറത്തേക്ക് പനിയും കാര്യമൊന്നുമില്ല, പക്ഷെ നല്ല ബോഡി പെയിനും കാര്യമുണ്ട് കേട്ടോ. ഒന്നാമത് നമ്മൾ ഈ നിലത്താണ് കിടക്കണത് കുറേ ദിവസങ്ങളിലായിട്ട്. അപ്പോൾ തന്നെ നമുക്ക് മേലുവേദന, അങ്ങനെ ശീലമില്ലാത്തവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒന്നാമതേ ഈ ഒരു കാവിയുടെയൊക്കെ നിലത്ത് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ബോഡി പെയിൻ നല്ലോണം ഉണ്ടാവുമല്ലോ. അതുപോലെ രാവിലെ എണീക്കുമ്പോഴേ നല്ല വേദനയാണ്. പിന്നെ അങ്ങോട്ട് നമ്മൾ ഈ മോട്ടർ ഓണാക്കണ പോലെ അങ്ങോട്ട് ഓണാക്കി നമ്മുടെ ഓരോ പണികൾക്ക് നിൽക്കുമ്പോൾ ഈ വേദനയും വെപ്രാളും ഒന്നും അറിയില്ല കേട്ടോ. പിന്നെ എല്ലാം കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഒരു സ്ഥലത്തു നിന്ന് ഇങ്ങനെ വേദന ഒരു തലക്കിലേക്ക് ഇങ്ങനെ കയറണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് പറ്റുക. അങ്ങനെ ആ വേദന ഒന്നും നോക്കാണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണേ. അങ്ങനെതാ നമ്മുടെ അലക്കലൊക്കെ കഴിഞ്ഞു. ഇനി ഇതിവിടെ വിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ ഒരുപാട് കൂട്ടുകാർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് കേട്ടോ. എത്രയും അറിയോ, ഒരു 75% ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണ്. 40%ഓ 35%ഒക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നതുള്ളൂ. നിങ്ങൾ ഈ കാണുന്നവർക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.